ഒരാൾ ബീച്ചിൽ നമസ്കരിക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് എവിടെ സംഭവിച്ചെന്നറിയില്ല. പക്ഷേ ഇങ്ങനെ നമസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് സത്യത്തിൽ നമസ്കാരം പടച്ചവന് വേണ്ടിയാണോ പടപ്പുകൾക്ക് വേണ്ടിയാണോ? ഏതാണ്? ഇത് പടപ്പുകൾക്ക് വേണ്ടിയുള്ള നമസ്കാരമാണ്. 4 ആളുകളെ കാണിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊന്നും നിസ്കരിക്കാൻ ഇസ്ലാമിക് കമൻ്റ് ഇല്ല. ഇങ്ങനെ നിസ്കരിക്കാമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? നീയും നിൻ്റെ സ്രഷ്ടാവും തമ്മിലുള്ള സംഭാഷണം, അതാണ് നമസ്കാരം. അത് നിങ്ങൾ അതിനായിട്ട് ക്രമീകരിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, പള്ളി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ചെന്ന് നിസ്കരിച്ച് ഞാൻ ഇത്തരത്തിലുള്ള ആളുകളെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള. ഇതൊന്നും ദൈവത്തിൽ അർപ്പിച്ചിട്ട് ചെയ്യുന്നതല്ല. ഇത് നാട്ടുകാരൊന്ന് കാണണം എന്നുള്ള നിലക്കാണ്. ഇത് സത്യത്തിൽ ഒരു ശല്യപ്പെടുത്തലാണ്. സഹയാത്രക്കാരൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഇവർക്ക് ചിന്തിച്ചുകൂടാ. നമസ്കാരത്തിൽ ഒരുപാട് ഇളവുകൾ നൽകിയ മതമാണ് ഇസ്ലാം. നിങ്ങൾ ഒരു ദൂരയാത്രക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ അത് സമയത്ത് നമസ്കരിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളെ രണ്ട് സമയങ്ങളിൽ നമസ്കാരം ഒരു സമയങ്ങളായി ചുരുക്കി അത് വീട്ടിൽ നിന്ന് നമസ്കരിച്ച് ഇറങ്ങിയാൽ മതി. ഇതൊന്നും ആളുകൾ ചെയ്യില്ല. അത് വീട്ടിൽ നിന്ന് നമസ്കരിച്ചിറങ്ങിയാൽ വീട്ടിൽ ഇപ്പോൾ ആരാ കാണുക? നമ്മൾ വീട്ടിൽ നിന്ന് നമസ്കരിച്ചിറങ്ങിയാൽ വീട്ടിൽ ആരാ കാണുക? കൂടിപ്പോയാൽ ഭാര്യ കാണും, അല്ലെങ്കിൽ മാതാപിതാക്കൾ കാണും, മക്കൾ കാണും, ഇതല്ലേ കാണുള്ളൂ. നേരെ മറിച്ച് ഒരു ബീച്ചിൽ നിന്നോ ഒരു ട്രെയിനിൽ നിന്നൊക്കെ ആകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണല്ലേ. ഇത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത്തരം ആളുകളെ ഏത് രീതിയിലാണ് നേരിടേണ്ടത് ആ സമുദായത്തിലുള്ള ആളുകൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതിങ്ങനെ നിങ്ങളെ പ്രാർത്ഥന ഒരു പൊതു ശല്യമായി മാറരുത്. നിങ്ങളെ ദൈവവും തമ്മിലുള്ളൊരു സംഭാഷണത്തിൻ്റെ മുഹൂർത്തല്ലേ. അത് എത്ര പരിശുദ്ധമാണ്. അത് നിങ്ങളെ സ്പേസിലല്ലേ ചെയ്യേണ്ടത്. അത് നാട്ടുകാരെ മൊത്തം ശല്യപ്പെടുത്തിയിട്ട് എന്താ? ഞാൻ ഇതുപോലുള്ള കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിൽ ഒരാളിങ്ങനെ ചെയ്യണത് കണ്ടിട്ടുണ്ട്. ആ സീറ്റിൻ്റെ മുകളിൽ അവിടെ ഗ്രാനൈറ്റിൻ്റെ ആ റെസ്റ്റ് സോൺ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമസ്കരിക്കുന്നത്. തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്. അതായത് നമ്മൾ ആകാശവാണീൻ്റെ ആ ഭാഗത്തൊരു പള്ളിയുണ്ട്. അവിടെ ഒന്നും പോയിക്കില്ല. ഇതിന്മേ കയറി നിന്നിട്ട് നിസ്കരിക്കണം. അത് എന്തിനാണ്? ആ പള്ളിയിൽ പോയി എത്ര പേര് കാണും? ചുരുങ്ങിയത് എത്ര പേര് കാണും? ചുരുങ്ങിയത് 5 പേര് അല്ലെങ്കിൽ 6 പേരല്ലേ കാണുള്ളൂ. നേരെ മറിച്ച് ബീച്ചിൻ്റെ ഈ റെഡ് സോണിൽ കയറി നിസ്കരിക്കുമ്പോൾ എന്തായി? എത്ര പേര് കണ്ടു? ലക്ഷക്കണക്കിന് ആളുകളല്ലേ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത്തരം സാഹചര്യം നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ പട്ടി ചോറക്കണ അല്പന്മാരെ ആ സമുദായത്തിൽ തന്നെയുള്ള ആളുകൾ കൈകാര്യം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മറ്റുള്ള സമുദായത്തിലുള്ള ആളാകുമ്പോൾ ഇവരെന്താവും, പിന്നെ ആ മതം ഈ മതം എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ വേറെ കുറേ വിഷയങ്ങൾ കൊണ്ടുവരും. സത്യത്തിൽ ഇതിലൊരു വിഷയമില്ല. ഇത് ഒരു പബ്ലിക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ പോയിട്ട് നമസ്കരിക്കുക. ഇങ്ങനെ കുറേ ആൾക്കാർ ഞാൻ കുറേ സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. അത് ഞാൻ കോഴിക്കോട് കണ്ടിട്ടുണ്ട്, ബേപ്പൂര് കണ്ടിട്ടുണ്ട്, കക്കാടംപൊയിൽ ഇത്ര ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കക്കാടംപൊയിലൊക്കെ പോകുന്ന വഴി തന്നെ എത്ര പള്ളിയുണ്ട്. ഇവിടെ ഒന്നും അവർ നിസ്കരിക്കാൻ കയറില്ല. അവിടെ പോയിട്ട് 4 ആൾ കൂടുന്നിടത്ത് ഇവർക്ക് നിസ്കാരമുള്ളൂ. ഇപ്പം ഈ വീഡിയോയിലാണത് കടലിൽ നിസ്കരിക്കാൻ ഇസ്ലാമിൻ്റെ കൽപ്പന ഉണ്ടോ? ഇല്ലേ ഇല്ല. ഇസ്ലാമിൽ അങ്ങനെ കൽപ്പനയില്ല. ഇതിപ്പം അത്ര നമസ്കാരത്തിനോടുള്ള ആളാണ് എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ഒരു വാഹനത്തിലായിരിക്കുമല്ലോ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആ വാഹനത്തിൽ നിന്ന് നിസ്കരിച്ചാൽ മതി. പക്ഷെ വാഹനത്തിൽ നിന്ന് നിസ്കരിച്ചാൽ എന്താ പ്രശ്നം? ആരും കാണില്ല. അയാൾ മാത്രമല്ലേ കാണുള്ളൂ. അല്ലെങ്കിൽ അയാൾ വാഹനത്തിലുള്ള 1-2 ആളുകൾ അത്രയല്ലേ കാണുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെ പബ്ലിക്കാകുമ്പോൾ എത്ര പേരുണ്ട്? ഇതാണ് ഇതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്ന നല്ല വിശ്വാസികളായ ആളുകളെ എനിക്കും അറിയാം. കുറേ പേര് എനിക്കറിയാം നിസ്കരിക്കുന്നത്. നല്ല ഭക്തിയുള്ള ആളുകളെ, നല്ല മനുഷ്യന്മാരെ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. അവരൊക്കെ നിസ്കരിക്കാറുമുണ്ട്. ആ ഭക്തി അവർ ഷോ ചെയ്യാറുമില്ല. അങ്ങനെ ചെയ്യുന്ന നല്ല മനുഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അതിനിടയ്ക്ക് ഇതുപോലുള്ള കീടങ്ങളുമുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത്. അപ്പം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ആ സമുദായത്തിൽ ഇത് നമസ്കാരം ഏത് സമുദായത്തിൻ്റെതാണോ ആ സമുദായത്തിൽ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യണം. അതിൻ്റെ പണ്ഡിതന്മാർ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇറങ്ങിയിട്ട് കൈകാര്യം ചെയ്യണം ഇത്ര ആളുകളെ. ഇത്തരം പട്ടിഷോ പൊതുവേദിയിൽ എവിടെ ചെന്നാലും ഇങ്ങനെ ചെയ്താൽ കാണിക്കണം. എന്തിനാ? ഈ നാട്ടിലെന്താ പള്ളി? മലബാറിലൊക്കെ ഒരു കവലയിൽ തന്നെ 3-4 പള്ളി ഉണ്ടാവും. അങ്ങനെയുള്ളൊരു നാട്ടിൽ നിന്നാണ് ഇത്തരം കടലിൻ്റെ പക്കത്ത് റെഡ് സോണിൽ ഒക്കെ കയറിയിട്ട് നമസ്കരിച്ച് പട്ടിഷോ കാണിക്കുക. അപ്പോൾ കോഴിക്കോട് കണ്ട ഞാൻ കാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു ഞാൻ ആലോചിക്കാറുണ്ട്. തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്. കോഴിക്കോട് ബീച്ചിൻ്റെ ഓപ്പോസിറ്റാണ് ആകാശവാണി ഇത് തൊട്ടപ്പുറത്ത് പള്ളിയാണ്. അവിടെ ഒന്നും പോവാതെ ബീച്ചിൽ തന്നെ ഒന്ന് നിസ്കരിക്കുന്നതിനാ ഇത് ആളുകളെ കാണിക്കണം. ട്രെയിനിൽ ഇത് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാരൊക്കെയാണ്. ആളുകളുടെ ഒന്ന് മാറിയ ഇവരെ സ്വഭാവം എന്താ? യാതൊരു വെളിവില്ലാതെ നടക്കുന്ന ആളുകളായിരിക്കും ഇതൊക്കെ. ആയിരിക്കാം, നമുക്കറിയില്ല.
അപ്പം ഇത്തരം പ്രവണതകളെ ആ സമുദായത്തിൽ തന്നെയുള്ള ആളുകൾ ശക്തമായി നേരിടണമെന്നുള്ള വ്യക്തിപരമായ അഭിപ്രായം എനിക്കുള്ളത്. അല്ലെങ്കിൽ നിയമ നടപടിയുമായിട്ട് നാട്ടിലെ ബന്ധപ്പെട്ട സാമൂഹിക പ്രവർത്തകരോ ഒക്കെ ബന്ധപ്പെട്ട് ഇത് തടയാൻ ശ്രമിക്കണം. ഇത് സ്പോട്ട് ഇല്ലായിട്ടല്ലല്ലോ ഇത് വെറുതെ നാട്ടുകാരെ ശല്യപ്പെടുത്താൻ, നാട്ടുകാരെ കാണിക്കാനുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട്. ഇനിയിപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല കേട്ടോ, ഇനിയിപ്പോൾ പെണ്ണ് കിട്ടാൻ വേണ്ടി ഇതാണ് അറിയാം. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവേണ്ടതുണ്ട്. ആ സമുദായത്തിൽ തന്നെയുള്ള ആളുകൾ ഇതിനെതിരെ ശക്തമായ നടപടിയുമായി, ശക്തമായ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങണം എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായമാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. നന്ദി, നമസ്കാരം.